നമ്മുടെ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ PYQs ആണ്. മുന്നേ ഉള്ള ലെവൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാംസിന് ചോദിച്ച, അതായത് നമ്മുടെ കേരള PSCയുടെ തന്നെ PYQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു വീഡിയോ കണ്ടാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഷോർട്ടിലിരുന്ന് ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ആ 10 ക്വസ്റ്റ്യന്റെ ഓപ്ഷൻസും കൂടെ കിട്ടുന്നുണ്ട്. ആൻഡ് കുറച്ച് ടോപ്പിക്സ് ലൈക്ക് നമുക്ക് ഇത് നോക്കിയിട്ടില്ല, ഇത് നോക്കിയാൽ നമുക്ക് എക്സാമിന് ഗുണകരമാവും എന്നുള്ളൊരു ഐഡിയയും കൂടി ഈ ഒരു വീഡിയോസിലൂടെ കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ്, ഇത് ESC 1995 ചോദ്യമാണ്. പക്ഷെ ഇത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ്, നമ്മുടെ സ്റ്റേറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ലിമിറ്റ് സ്റ്റേറ്റ് സർവീസബിലിറ്റി ഫോർ ഡിഫ്ലക്ഷൻ ഇൻക്ലൂഡിംഗ് ദി എഫക്ട്സ് ഡ്യൂ ടു ക്രീപ്പ്, shrinkage and temperature occurring after the erection of partitions and application of finishes as applicable to floors and roofs is restricted to. അതായത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി പ്രകാരം നമ്മുടെ ക്രീപ്പ്, ഷ്രിങ്കേജ്, ടെമ്പറേച്ചർ കാരണമുള്ള ഫൈനൽ ഡിഫ്ലക്ഷൻ ആഫ്റ്റർ ദി ഇറക്ഷൻ ഓഫ് എന്തൊക്കെയാണ്, ഫിനിഷസ്, അതുപോലെ തന്നെ പാർട്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ എത്രയാ വരിക, സ്പാൻ ബൈ 350 ആണ് വരിക. ഓപ്ഷൻ ഡി, സ്പാൻ ബൈ 350 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക. അപ്പൊ ഇത് കോഡൽ പ്രൊവിഷൻ ആണ്. അപ്പൊ ഇത് നമുക്ക് പലതവണ പല രീതിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, സ്പാൻ ബൈ 350. നമുക്ക് ഇതിന്റെ കോഡ് ഒന്ന് കാണാം, കോഡൽ പ്രൊവിഷൻ ഒന്ന് കാണാം. The deflection due to all loads including the effect due to creep, shrinkage and temperature after the erection of partition and application of finishes should not normally exceed എത്രയാണ്, സ്പാൻ ബൈ 350 or 20 mm whichever is less. ഇതാണ് കോഡൽ പ്രൊവിഷൻ. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ദ erection of partitions and application of finishes ആണ്. ഇനി ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആണുള്ള ഫൈനൽ ഡിഫ്ലക്ഷൻ എങ്കിൽ ആൻസർ എന്ത് വന്നേനെ, ഓപ്ഷൻ സി വന്നേനെ. അപ്പൊ ആഫ്റ്റർ ദി ഇറക്ഷൻ ഓഫ് ഫിനിഷ്, 250 കഴിഞ്ഞുള്ള നമ്പറാണ് 350. സോ 250 കൂടെ എന്തോ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ പാർട്ടീഷനും ഫിനിഷസും അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ഡിഫ്ലക്ഷൻ ആണ് സ്പാൻ ബൈ 350 വരെ. അപ്പം ഓപ്ഷൻ ഡി ഈസ് യുവർ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, 3 സ്പാൻ കണ്ടിന്യൂസ് ബീം വിത്ത് 1 end ഫിക്സഡ്. ഒരു 3 സ്പാൻ കണ്ടിന്യൂസ് ബീം ഉണ്ട്. അതിന്റെ 1 end എന്താന്ന് പറഞ്ഞിട്ടുള്ള, 1 end is ഫിക്സഡ് ആൻഡ് ദ അതർ സപ്പോർട്ട് ഓൺ റോളേഴ്സ്. 3 സ്പാൻ ഉണ്ട്, 1, 2 and 3. ഓക്കെ, അപ്പൊ ഇവിടെ അതർ സപ്പോർട്ട് ഓൺ റോളേഴ്സ്, ദ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസിയുടെ വാല്യൂ എത്ര ആണെന്നുള്ളത്. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി ബീം ആകുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു RE - 3. അപ്പൊ റിയാക്ഷൻസ് ആണ് RE. എത്ര റിയാക്ഷൻസ് ഉണ്ട്, ഫിക്സഡില് 3 എണ്ണം, ഇവിടെ 1, 2, 3. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര വരും, 6 വരും. സോ യുവർ ആൻസർ 6 - 3, ദാറ്റ് ഈസ് 3. ഓപ്ഷൻ ബി വരും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ദ റേഞ്ച് ഓഫ് ഫ്രൂട്ട് നമ്പർ ഫോർ എ വീക്ക് ഹൈഡ്രോളിക് ജമ്പ്. ഒരു വീക്ക് ഹൈഡ്രോളിക് ജമ്പിന്റെ റേഞ്ച് ഓഫ് ഫ്രൂട്ട് നമ്പർ. ഈ ക്വസ്റ്റ്യൻ പലതവണ നമ്മുടെ എക്സാം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പർട്ടിക്കുലർ റേഞ്ച് നിങ്ങൾ പഠിച്ചു വെക്കാം. ഇതൊരു കോഡിലൂടെ പഠിക്കാനുള്ള എളുപ്പ വഴിയൊക്കെ നമ്മൾ നമ്മുടെ എൻട്രി ടെക്നിക്കൽ എക്സാംസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അണ്ടുലാർ, വീക്ക്, ഓസിലേറ്റിംഗ്, സ്റ്റഡി, സ്ട്രോങ്. ഇതാണ് നമ്മുടെ ജമ്പിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫ്രൂട്ട്സ് നമ്പർ അതിന്റെ റേഞ്ചിൽ ഓർത്ത് വെക്കണം. അണ്ടുലാർ ജമ്പ് ആണെങ്കിൽ 1 ഉം 1.7 ഇടയ്ക്കാണ്. വീക്ക് ആണെങ്കിൽ 1.7 2.5 ഇടയ്ക്കാണ്. ഓസിലേറ്റിംഗ് ജമ്പ് ആണെങ്കിൽ 2.5 4.5 ഇടയ്ക്ക്. സ്റ്റഡി ജമ്പ് ആണെങ്കിൽ 4.5 9 ഇടയ്ക്ക്. സ്ട്രോങ് ഓർ ചോപ്പി ജമ്പ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 9. അപ്പൊ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന വീക്ക് ഹൈഡ്രോളിക് ജമ്പിന്റെ റേഞ്ച് ഓഫ് ഫ്രൂട്ട് നമ്പർ ആണ്. എത്രയാണ് നമുക്ക് വരിക, 1.7 2.5 ഇടയ്ക്കാണ്. സോ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അണ്ടുലാർ 1 1.7, വീക്ക് 1.7 2.5, ഓസിലേറ്റിംഗ് 2.5 4.5, സ്റ്റഡി 4.5 9 ആൻഡ് ഗ്രേറ്റർ ദാൻ 9 വന്നാൽ സ്ട്രോങ് ഓർ ചോപ്പി ജമ്പ് ആണ്. Then next question, a 20-meter tape is found to be 0.1 meter too short throughout the measurement. The distance measured is recorded as 200 meter. What will be the actual distance measured? എല്ലാ പരീക്ഷയ്ക്കും സർവേയിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ആക്ച്വൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ട്രൂ ലെങ്ത് ആണ്. ട്രൂ ലെങ്ത് ഇസ് ഈക്വൽ ടു മെഷേർഡ് ലെങ്ത് ഇൻറ്റു എന്താണ്, ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ചെയിൻ. ഇൻകറക്റ്റ് ലെങ്ത് ചെയിൻ ആവാം, ടേപ്പ് ആവാമേ. of chain
divided by correct length. Okay, അപ്പോൾ മെഷേർഡ് ലെങ്ത് എത്രയാണ് ഇവിടെ നമുക്ക്? മെഷേർഡ് ഡിസ്റ്റൻസ് ഇസ് റെക്കോർഡ് ആസ് 200 മീറ്റർ അല്ലേ? 200 ഇൻറ്റു ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ചെയിൻ എത്രയാണ്? ഇറ്റ് ഇസ് ഫൗണ്ട് ടു ബി 0.1 മീറ്റർ ടു ഷോർട്ട്. അതായത് 20 നിന്ന് 0.1 പോയാൽ 19.9 ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് എത്രയാണ്? 20. സോ 199 മീറ്റർ. മിക്കവാറും കാൽക്കുലേഷൻ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ളതാണ് തരാറുള്ളത്. ഇൻ കേസ് അല്ലെങ്കിലും ഒന്ന് അപ്രോക്സിമേറ്റ്ലി റൗണ്ട് ചെയ്തൊക്കെ അങ്ങ് എഴുതിയാൽ മതി. ഓപ്ഷൻ സി 199 മീറ്റർ. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിനകത്ത് നമുക്ക് മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് മെഷർമെന്റ് യൂണിറ്റും ഐറ്റംസും തന്നിട്ടുണ്ട്. മെഷർമെന്റ് യൂണിറ്റിനെയും പേയ്മെന്റ് യൂണിറ്റിനെയും ബേസ് ചെയ്ത് ഒരു ചോദ്യം സ്ഥിരം ഉണ്ടാവാറുണ്ട്. സോ എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷനിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ടോപ്പിക്കാണിത്. ഓക്കെ, അപ്പൊ ഡോർസ്, ഷട്ടേഴ്സ്, വുഡ് വർക്ക്. ഇപ്പൊ ഡോറും ഷട്ടറും ഒക്കെ മീറ്റർ സ്ക്വയർ ആണ്, സ്ക്വയർ മീറ്റർ. അപ്പൊ തന്നെ നമുക്ക് ഐ എന്ന് പറയുന്നത് 6 ആണെന്നുള്ള ഓപ്ഷൻ, അത് ഒറ്റ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി. വേറെ ഒന്നും ഇരുന്ന് വായിച്ച സമയം കളയല്ലേ. ഇങ്ങനെ ഒരെണ്ണത്തിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ഓപ്ഷൻ എഴുതാൻ പറ്റുമെങ്കിൽ അവിടെ വെച്ച് നിർത്തി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വെറുതെ സമയം കളയരുത്. സമയം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമുക്ക് ക്ലോക്ക് എല്ലാ ക്ലാസ് റൂമിലും ഉണ്ടാവണമെന്നില്ല ഈ എക്സാമിന്. പലർക്കും നിങ്ങൾ മുന്നേ ഈ എക്സാം എഴുതിയിട്ടുള്ളവരാണെങ്കിൽ ഇതറിയായിരിക്കും. ഇനി അതല്ല ഓൾറെഡി എഴുതിയ ആൾക്കാരോട് നിങ്ങൾ പുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കുക. ഈ ക്ലോക്ക് ഇല്ലാത്തത് നമുക്ക് ടൈം പോകുന്ന അറിയത്തില്ല. ബിക്കോസ് എയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ടൈം കൺസ്യൂമിംഗ് ആണ്. നമ്മൾ അതിലിങ്ങനെ ഇരിക്കുമ്പോഴേക്കും ചിലപ്പോൾ സമയം കിട്ടിയില്ല എന്ന് വരാം. എസ്പെഷ്യലി തിയറി ക്വസ്റ്റ്യൻസ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ ബി ആണ്. അടുത്ത നോക്കാം. അടുത്ത എന്താണ്? നമുക്ക് റീബാർ ബെൻഡിങ് ആണ്. റീബാർ ബെൻഡിങ് എന്തായാലും ക്വിന്റൽ ആയിരിക്കുമല്ലോ, അപ്പം ക്യൂ ആണ്. ദെൻ നെക്സ്റ്റ് റോക്ക് എക്സ്കവേഷൻ ആണ്. റോക്ക് എക്സ്കവേഷൻ വരുന്ന ക്യൂബിക് മീറ്റർ ആണ്. ദെൻ റോക്ക് എക്സ്കവേഷൻ വരുന്ന ക്യൂബിക് മീറ്റർ, റീബാർ ക്വിന്റല്, ഷട്ടേഴ്സ് സ്ക്വയർ മീറ്റർ ആൻഡ് അയൺ ബാർ ത്രെഡിംഗ് സെന്റിമീറ്റർ. അടുത്ത ചോദ്യം, ഡെപ്പോസിറ്റ് ടേക്കൺ ആസ് എ ഗ്യാരണ്ടി ഫ്രം ബിഡർ വൈൽ സബ്മിറ്റിംഗ് എ ടെൻഡർ. ടെൻഡർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഗ്യാരണ്ടി എമൗണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ബാങ്ക് ഗ്യാരണ്ടി ഡെപ്പോസിറ്റ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, കോഷൻ ഡെപ്പോസിറ്റ്. അതായത് ടെൻഡർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കോൺട്രാക്ടർ അതിന്റെ കൂടെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട എമൗണ്ടിനെയാണ് നമ്മൾ ഏർണസ്റ്റ് മണി എന്ന് പറയും. അതായത് നമ്മുടെ എസ്റ്റിമേറ്റഡ് കോൺട്രാക്റ്റഡ് കോസ്റ്റിന്റെ 2% നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, ടെൻഡർ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കോൺട്രാക്ടർ ഡെപ്പോസിറ്റ് ചെയ്യണം. ആ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മണിയെ നമ്മൾ EMD അഥവാ ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി വേറൊരു ടേം ഉണ്ട്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. ഇവിടെ ഓപ്ഷൻ ബി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ. ഇത് രണ്ടും കൂടി എപ്പോഴും തിരിഞ്ഞു പോകും. ഇനി നമ്മൾ സബ്മിറ്റ് ചെയ്ത ടെൻഡർ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രൊജക്ട് ഏറ്റെടുക്കുന്ന സമയത്ത് കോൺട്രാക്ടർ കൊടുക്കേണ്ട പൈസയാണ്, സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കേണ്ട എമൗണ്ടിനെയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. അത് ടെൻഡർ അപ്രൂവ് ആയി കഴിഞ്ഞാൽ മാത്രം കൊടുത്താൽ മതി. അതെന്ന് പറയുന്നത് ടോട്ടല് ടെൻഡർ എമൗണ്ടിന്റെ 10% കൊടുക്കുന്നത്. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ടെൻഡർ നമ്മൾ ടെൻഡർ കൊടുക്കുന്ന സമയത്ത്, സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2% EMD ആയിട്ട് കൊടുക്കണം. ഇനി ഈ സബ്മിറ്റ് ചെയ്ത ടെൻഡർ അപ്രൂവ് ആവുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ടോട്ടൽ 10% എന്തായിട്ട് കൊടുക്കണം? സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം. ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 2% ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് കൂടി ഇൻക്ലൂസീവ് ആണ്. അതായത് ഓൾറെഡി സബ്മിറ്റ് ചെയ്ത സമയത്ത് കൊടുത്ത് 2%ത്തിൽ നിന്ന് അത് കുറച്ച് ബാക്കി 10% കൊടുത്താൽ മതി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട്. അടുത്ത ചോദ്യം, ഒറിജിനൽ കോസ്റ്റ് ഓഫ് പ്രോപ്പർട്ടി ആഫ്റ്റർ അലോയിങ് ഫോർ ഡിപ്രീസിയേഷൻ ഇസ് കോൾഡ് ആസ്. നമ്മുടെ ഒറിജിനൽ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ചെയ്യുന്നത് നമ്മൾ പറയുന്ന പേരാണ് ബുക്ക് വാല്യൂ. ഇത് വെച്ചിട്ട് പ്രോബ്ലം ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേറ്റഡ് വാല്യൂ പെർ ഇയർ കണ്ടുപിടിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ആണ്. നെക്സ്റ്റ് ടേം സാൽവേജ് വാല്യൂ ആണ്. സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്, സാൽവേജ് വാല്യൂ ആണ്. ഒരു ബിൽഡിംഗ് ഡീമോളിഷ് ചെയ്തതിന് ശേഷമുള്ള വിലയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഡിസ്മാൻഡിൽ അല്ലെങ്കിൽ ഡീമോളിഷ് ചെയ്യാതുള്ള വാല്യൂ ആണ് എന്ത്? സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്. സ്ക്രാപ്പ് വാല്യൂ, സാൽവേജ് വാല്യൂ. സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്രി എന്ന് പറയത്തില്ലേ, പൊട്ടിപ്പൊളിച്ച വാല്യൂ ആണ് സ്ക്രാപ്പ് വാല്യൂ. അത് ഡിസ്മാൻഡിൽ ചെയ്യാതുള്ള വാല്യൂ ആണ് സാൽവേജ് വാല്യൂ. ഇനി അടുത്ത റേറ്റബിൾ വാല്യൂ ആണ്. അതായത് നമുക്ക് ഒരു വർഷം റേറ്റബിൾ വാല്യൂ, അതായത് ഒരു വർഷം നമുക്ക് ഇതിന് എത്ര എമൗണ്ടിന് ലെറ്റ് ചെയ്യാം, വിൽക്കാം എന്നുള്ളതിന് വാല്യൂ ആണ് നമ്മൾ എന്ത് പറയുന്നത്? റേറ്റബിൾ വാല്യൂ. അതായത് നമ്മുടെ കയ്യിലുള്ള
ആനുവൽ റിപ്പയർസിനുള്ള പൈസയും ഒക്കെ മാറ്റിയതിന് ശേഷം വരുന്ന എമൗണ്ട് ഓഫ് ഗ്രോസ് ഇൻകത്തിൽ നിന്ന് ആനുവൽ ഇയർലി റിപ്പയർസ് കുറച്ചതിന് ശേഷം കിട്ടുന്നതാണ് റേറ്റബിൾ വാല്യൂ. അടുത്ത ടേം ഒബ്സോളസൻസ് ആണ്. ഒബ്സോളസൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇന്ന് പഴയ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിംഗ് പുതിയ ഡിസൈൻ വരുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ ഇടിഞ്ഞു പോകണം. അങ്ങനെ പുതിയ ഡിസൈൻ കാരണമോ അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റൈലായി മാറിപ്പോകുന്ന കാരണമൊക്കെ കുറയുന്ന വിലയെ അല്ല ആ ഒരു റിഡക്ഷൻ ഇൻ വാല്യൂവിനെ പറയുന്ന ടേം ആണ് ഒബ്സോളസൻസ്. അടുത്ത ചോദ്യം, ബേസ്ഡ് ഓൺ മോഡലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ടിംബർ യൂസ് ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസസ് ആർ ക്ലാസിഫൈഡ് ആസ് ഗ്രൂപ്പ് ബി. നമുക്ക് ടിംബറിന്റെ കോഡ് എന്നുള്ള ചോദ്യമാണ്. ഇതും നമുക്ക് കുറേ തവണ ചോദിച്ച ചോദ്യമാണ്. ഒരുപാട് പരീക്ഷകൾക്ക് പല രീതിയിൽ ടിംബറിന്റെ കോഡ് എടുത്ത് ടിംബറിന്റെ ക്ലാസിഫിക്കേഷൻസ് ഒന്ന് പഠിക്കണം. ഓക്കെ, അപ്പൊ അതിനകത്തുള്ള ഗ്രൂപ്പ് ബി മോഡലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻ ബെൻഡിങ് എത്ര വരണം? 12.5, above 12.5, between above 5.6 and below 9.8, above 9.8 and 12.5, below 5.6. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. 9.8ന്റെ അബവും 12.5ന്റെ ആണ്. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി 4 ഗ്രൂപ്പുകളാണുള്ളത്. ബേസ്ഡ് ഓൺ മോഡലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻ കിലോ ന്യൂട്ടൺ പെർ mm². എബോവ് 12.5 വന്ന ഗ്രൂപ്പ് എ ആണ്. 12.5ക്കും 9.5ക്കും ഇടയ്ക്കാണ്, 9.8നും ഇടയ്ക്കാണെങ്കിൽ ബി ആണ്. 9.8നും 5.6നും ഇടയ്ക്കാണെങ്കിൽ സി ആണ്. ലെസ് ദാൻ 5.6 ആണെങ്കിൽ ഡി ആണ്. അപ്പൊ നമുക്ക് എന്താണ് 9.8നും 12.5നും ഇടയ്ക്ക് ആയതുകൊണ്ട് ഇറ്റ് കംസ് അണ്ടർ ഗ്രൂപ്പ് ബി ആണ്. അടുത്ത ചോദ്യം, സേഫ്റ്റി വീക്ക് ഒബ്സർവ്ഡ് എവറി ഇയർ ടു സെലിബ്രേറ്റ് ദ ഫൗണ്ടേഷൻ ഓഫ് നാഷണൽ സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. നമുക്ക് സേഫ്റ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. കൺസ്ട്രക്ഷണൽ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗത്തു നിന്ന് വന്നൊരു ചോദ്യമാണ്, PYQ ആണ്. അപ്പം നമുക്ക് 4 to 10 ഫെബ്രുവരി, 4 to 10 ജാനുവരി, 4 to 10 ഏപ്രിൽ കണ്ട എല്ലാം 4 to 10 ആണ്. 4 to 10 ആണ് ആൻസർ. പക്ഷെ ഏത് മാസമാണെന്ന് അറിഞ്ഞിരിക്കണം. മാർച്ച് 4നും 10നും ഇടയ്ക്കാണ്. 4 to 10 മാർച്ച് ആണ് നമ്മൾ സേഫ്റ്റി വീക്ക് ആയിട്ട് ആചരിക്കുന്നത്, സേഫ്റ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഭാഗമായിട്ട്. അടുത്ത ചോദ്യം, ഡിസ്ട്രിബ്യൂഷൻ മെയിൻസ് ആർ ഡിസൈൻ ഫോർ. ഡിസ്ട്രിബ്യൂഷൻ മെയിൻസ് എന്തിനാണ് ഡിസൈൻ ചെയ്യുന്നത്? ഇതും നമുക്ക് ഓരോ കമ്പണന്റും എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്? ഡിസൈൻ ലൈഫ്. ഇത് രണ്ടിനെയും ബേസ് ചെയ്ത് ഈ ചോദ്യ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. 2020 ശേഷം ഒരു ഷുവർ ഷോർട്ട് ചോദ്യമാണ്. ഓക്കെ, ഇപ്പം മാക്സിമം ഡെയിലി ഡിമാൻഡ്, മാക്സിമം അവേർലി ഡിമാൻഡ്, ആവറേജ് ഡെയിലി ഡിമാൻഡ്, മാക്സിമം അവേർലി ഡിമാൻഡ് ഓൺ മാക്സിമം ഡേ. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി, മാക്സിമം അവേർലി ഡിമാൻഡ് ഓൺ മാക്സിമം ഡേ ആണ്. മാക്സിമം ഡേയിൽ മാക്സിമം അവേർലി ഡിമാൻഡിനാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ മെയിൻ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഒരു 4 എണ്ണം നോക്കാം. അതിൽ ഫസ്റ്റ് വൺ നമ്മുടെ സോഴ്സ്, വാട്ടർ സോഴ്സ്, അതായത് വെല്ലോ ഏതെങ്കിലും വാട്ടർ സോഴ്സ് ഡിസൈൻ ഫോർ മാക്സിമം ഡെയിലി കൺസപ്ഷൻ അല്ലെങ്കിൽ ആവറേജ് ഡെയിലി കൺസപ്ഷൻ. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. രണ്ടാമത്തത് പൈപ്പ് മെയിൻ, ഫിൽറ്റർ ആൻഡ് അതർ ട്രീറ്റ്മെന്റ് യൂണിറ്റ്. പൈപ്പ് മെയിനോ ഫിൽറ്ററോ ട്രീറ്റ്മെന്റ് യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ മാക്സിമം ഡെയിലി ഡ്രാഫ്റ്റിനാണ് എന്ത് ചെയ്യുന്നത്? ഡിസൈൻ ചെയ്യുന്നത്. പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ പമ്പും ചോദിച്ചിട്ടുണ്ട്. പമ്പും മാക്സിമം ഡെയിലി ഡ്രാഫ്റ്റ് ആണ്. ദെൻ സർവീസ് റിസർവെയർ ആണെങ്കിൽ ഫയർ ഡിമാൻഡിനും എമർജൻസി റിസർവിനുമാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ആൻസർ ഡിസ്ട്രിബ്യൂഷൻ മെയിൻ ആയിരുന്നു ചോദിച്ചത്. ഡിസ്ട്രിബ്യൂഷൻ മെയിൻ മാക്സിമം അവേർലി ഡിമാൻഡ് ഓൺ മാക്സിമം ഡേ ആണ്. ഇത് പഠിച്ചു വെക്കാം. ഇത് പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി നോക്കണം കേട്ടോ. ഓക്കെ, ദെൻ മാച്ച് ദ ഗിവൺ വാട്ടർ പ്രോപ്പർട്ടീസ് ടു ദ ഗിവൺ ടൈട്രൻസ്. അതായത് ഇത് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ചെയ്യാനാട്ടോ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോ പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട്, അവിടെ ഉപയോഗിക്കുന്ന ടൈട്രൻസിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആൽക്കലിനിറ്റി, ഹാർഡ്നെസ്, ക്ലോറിൻ, DO, ദെൻ സിൽവർ നൈട്രേറ്റ്, Na2S2O3, H2SO4, EDTA. EDTA എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആൻസർ എന്തിലേക്ക് പോകാൻ പറ്റും? EDTA വരുന്ന നമുക്ക് 4 ആണ് വരുന്നത്. 4S 4 ഹാർഡ്നെസ് ആണ് നമുക്ക് വരിക. അപ്പം Q4 ആണെന്നുള്ള ഓപ്ഷൻ നോക്കാം. Q4 ആയിട്ട് ഒരു ഒറ്റ ആൻസറേ ഉള്ളൂ. അപ്പൊ തന്നെ അത് എലിമിനേറ്റ്. അപ്പൊ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഓപ്ഷൻ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇനി P ഏതാണ്? ആൽക്കലിനിറ്റി ആണ്. ആൽക്കലിനിറ്റി വരുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ദെൻ ഹാർഡ്നെസ് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തു. ക്ലോറിന് സിൽവർ നൈട്രേറ്റ് അല്ലേ? ക്ലോറിൻ സിൽവർ നൈട്രേറ്റ് ആണ്. DO എന്ന് പറയുന്നത് സോഡിയം തയോസൾഫേറ്റ് ആണ് കേട്ടോ. സോ ദിസ് ഇസ് അടുത്ത ചോദ്യം, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ടു ആക്സിസ് ഓഫ് മെമ്പർ ഫോർ ലേസിംഗ് ബാർസ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 30, 40, 60, 70. ഇത് ലേസിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോഡൽ പ്രൊവിഷൻ ആണ്.
അതായത് ലേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോളം നമുക്ക് നമ്മുടെ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് വരുമ്പോൾ കോളം നമുക്ക് ബിൽഡപ്പ് കോളമായിട്ട്, അതായത് 2 ചാനൽ സെക്ഷൻസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ബിൽഡപ്പ് കോളംസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് രണ്ടും ഡിഫറെന്റ് എലമെന്റ്സ് ആണല്ലോ, ഇത് കൂടി ചേർന്ന് ഒരൊറ്റ സ്ട്രക്ചറൽ മെമ്പർ ആയിട്ട് ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ട് അവരെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെമ്പേഴ്സ് ആണ് ബാറ്റനും ലേസിംഗും. ഓക്കെ, ബാറ്റൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ, ബാറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ കൊടുക്കുന്ന ഹൊറിസോണ്ടൽ മെമ്പേഴ്സും ഇങ്ങനെ ഇൻക്ലൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ ലേസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ലേസിംഗിന്റെ ഇൻക്ലിനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം IS 800-2007 ക്ലോസ് 7.6.4 പ്രകാരം ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ നമുക്ക് ലേസിംഗ് ബാർ ഇങ്ങനെ സിംഗിൾ ലേസിംഗുമായിട്ട് കൊടുക്കാം, ഡബിൾ ലേസിംഗുമായിട്ട് കൊടുക്കാം. അപ്പൊ സിംഗിൾ ലേസിംഗ് ആണെങ്കിലും ഡബിൾ ലേസിംഗ് ആണെങ്കിലും ഷാൽ ബി ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ നോട്ട് ലെസ് ദാൻ 40 degree, not more than 70 degree to the axis of build. അത് ആക്സിസിന് 40നും 70നും ഇടയ്ക്ക്, നോട്ട് ലെസ് ദാൻ 40 ആൻഡ് നോട്ട് മോർ ദാൻ 70, അതായത് 40നും 70 ഡിഗ്രിക്കും ഇടയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലേസിംഗ് ബാർ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ലേസിംഗ് ആൻഡ് ബാറ്റൻസ് ആർ ഡിസൈൻഡ് ടു ടേക്ക് കെയർ ഓഫ്. ഇതും നമുക്ക് ലേസിംഗും ബാറ്റനും ബേസ് ചെയ്ത് സ്റ്റീലിൽ നിന്ന് മാക്സിമം 3-4 ചോദ്യം, അതിൽ 2 ചോദ്യം തന്നെ നമുക്ക് ഒരു പരീക്ഷയ്ക്ക് ലേസിംഗും ബാറ്റനും ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക. പിന്നെ സ്ലെൻഡർനെസ് റേഷ്യോ സ്റ്റീൽ സ്ട്രക്ചേഴ്സിൽ പഠിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസൈൻ ടു ടേക്ക് കെയർ ഓഫ് ബെൻഡിങ് മൊമെന്റ്, കംപ്രഷൻ, ബാരിങ്, ഷിയർ ഫോഴ്സ്. ഷിയർ ഫോഴ്സ് ആണ് ആൻസർ വരിക, ഓപ്ഷൻ ഡി ഷിയർ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ബേസിന് ചെയ്ത് ഡിസ്കസ് ചെയ്തത്. സോ നമ്മുടെ LSED AE എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക, അതല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.